സർ, ഈ ബഡ്ജറ്റിലെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക പാക്കേജുകളോ വയനാട് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും പദ്ധതികളോ പ്രഖ്യാപിച്ചിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ പുതിയതിൽ ബീഹാറിന് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള പദ്ധതികൾ പ്രഖ്യാപനമാണ് കേട്ടതിൽ വെച്ചിട്ട്. എങ്ങനെ പ്രതികരിക്കുന്നത്? കേരളത്തിൻ്റെ ദീർഘകാലത്തെ ഒരാവശ്യത്തോടും പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല, പൂർണ്ണമായിട്ടുള്ളൊരു അവഗണനയാണ് ബജറ്റിൽ പ്രതിഫലിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ബജറ്റിനെ പോലെ തന്നെ 6 ഇടത്താണ് ബീഹാറിനെ കുറിച്ച് പരാമർശിക്കുന്നത്. ആന്ധ്രാപ്രദേശ് എന്തുകൊണ്ട് ബജറ്റിൽ ഇല്ലാന്ന് വേണമെങ്കിൽ ആൾക്കാർക്ക് അത്ഭുതപ്പെട്ടേക്കാം. പക്ഷേ ഈ ബജറ്റ് അവതരണത്തിന് തൊട്ട് മുമ്പ് പ്രധാനമന്ത്രി ആന്ധ്രാപ്രദേശിൽ പോവുകയും നിരവധി പദ്ധതികൾ അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇക്കുറി എക്സ്ക്ലൂസീവായിട്ട് ബീഹാറിൻ്റെ ഒരു ഊഴമായി മാറി. അത് ബീഹാറിലെ ഈ പറയുന്ന താമര വിത്തുൾപ്പെടെ അതിനുള്ള പ്രത്യേക ബോർഡ്, ഗ്രീൻഫീൽഡ് എയർപോർട്ട്, അങ്ങനെ 6 സ്ഥലത്താണ് ബീഹാറിനെ പരാമർശിക്കുന്നത്. എത്രത്തോളം രാഷ്ട്രീയ സങ്കുചിതത്വമാണ് ഈ ബജറ്റിൽ പ്രതിഫലിക്കുന്നത് എന്നുള്ള കാര്യം ഈ ഒരു പരാമർശം കൊണ്ട് തന്നെ വ്യക്തമാകുന്നതാണ്. കേരളത്തിൻ്റെ എത്രയോ ആവശ്യങ്ങൾ, ഒരു 1.5 ഡസനോളം ആവശ്യങ്ങളുണ്ട്. ഒരു ആവശ്യത്തോടും പ്രതികരിച്ചിട്ടില്ല. ഈ ജീവൻ രക്ഷാ മരുന്നുകളുടെ ഇറക്കുമതി തീരുവ കുറച്ച് നന്നായിരിക്കുന്നു. പക്ഷേ അതേസമയം തന്നെ കേരളത്തിൻ്റെ കാർഷിക മേഖലയെ താങ്ങി നിർത്തുന്ന റബ്ബറിൻ്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് റബ്ബർ കർഷകരെ രക്ഷപ്പെടുത്തണമെന്നുള്ള ആവശ്യത്തോട് ഈ ബജറ്റ് മുഖംതിരിഞ്ഞു നിൽക്കുകയാണ്. ഈ ബജറ്റിൽ യഥാർത്ഥത്തിൽ ഗവൺമെൻറ് കൊട്ടിഘോഷിക്കാൻ ആഗ്രഹിക്കുന്നത് മധ്യവർഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബജറ്റ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കേവലം 2% ആൾക്കാരാണ് ആദായ നികുതി നൽകുന്നത്. ആ 2%നെ പാമ്പർ ചെയ്തുകൊണ്ട് മധ്യവർഗത്തിന് വലിയൊരു സ്ഥാനമുള്ള ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ റാഞ്ചിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ശ്രമമാണ് ഈ ബജറ്റിലൂടെ ഇവർ അവലംബിക്കുന്നത്. കേരളത്തിൽ നിരവധി ആവശ്യങ്ങളുണ്ടായിരുന്നു. വയനാട് പോലെ നമ്മുടെ പ്രധാനപ്പെട്ട വ്യവസായ ഇടനാഴികൾക്ക് സംബന്ധിച്ച് കേരളത്തിനെ സംബന്ധിച്ച് എന്താണ് വ്യവസായ ഇടനാഴിക പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി കേരള ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രൈം പ്രൊജക്റ്റാണ്. ആ ഇടനാഴിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷേ ഏറ്റവും രസകരമായൊരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ബജറ്റിൻ്റെ പിന്തുടർച്ചയൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം വ്യവസായ ഇടനാഴി പ്രഖ്യാപിച്ചപ്പോൾ അത് ഈ പറഞ്ഞ ബീഹാറിനെയും ആന്ധ്രയും മാത്രം ബന്ധപ്പെടുത്തുന്നൊരു സംഭവമായിരുന്നു. അതുപോലെ ടൂറിസ്റ്റ് സർക്യൂട്ടുകൾ, കഴിഞ്ഞ പ്രാവശ്യം ടൂറിസ്റ്റ് സർക്യൂട്ടുകൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തെക്കുറിച്ച് ഒരു പരാമർശം പോലും ഉണ്ടാകില്ല. അപ്പോൾ അടുത്ത ബജറ്റ് കാത്തു നിൽക്കൂ എന്നാണ് സുരേഷ് ഗോപി രാജ്യസഭയിൽ എഴുന്നേറ്റ് വന്ന് പറഞ്ഞത്. ഇപ്പോൾ അടുത്ത ബജറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തെക്കുറിച്ച് പരാമർശമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ 100 ജില്ലകൾക്ക്, അതായത് കാർഷിക മേഖലയിൽ ഇന്നൊവേറ്റീവായി നൂതനമായിട്ടുള്ള പരീക്ഷണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നു. അതിൻ്റെ ഉത്തരവാദിത്തം പോലും യഥാർത്ഥത്തിൽ സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സംസ്ഥാനങ്ങളിലെ കൂടി ധനപങ്കാളിത്തത്തോടു കൂടി മാത്രമേ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇക്കണോമിക് സർവേ, സാമ്പത്തിക സർവേ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. അതായത് എല്ലാ മേഖലയിലും രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധിയാണ്. പ്രത്യേകിച്ച് മാനുഫാക്ചറിങ് സെക്ടർ ഉൾപ്പെടെ വളർച്ചാ നിരക്ക് ഗണ്യമായി കുറയുന്നു. ഇന്ത്യയിൽ നിന്ന് വിദേശ നിക്ഷേപം പലായനം ചെയ്യുന്നു. രൂപയുടെ വില ഇടിയുന്നു. സമസ്ത മേഖലയും വലിയൊരു പ്രതിസന്ധിയാണ് എന്ന് എക്കണോമിക് സർവേ പറയുന്നു. മാത്രമല്ല, കോവിഡിന് മുമ്പുള്ള വേതനം പോലും ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് കിട്ടുന്നില്ല എന്ന് എക്കണോമിക് സർവേ അടിവരയിട്ട് പറയുന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യൻ സമ്പദ്ഘടനയെ ഗ്രസിച്ചിരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ചൊന്നും ബജറ്റ് മിണ്ടുന്നില്ല, നിശബ്ദമാണ്. കേരളത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അത് മാത്രമല്ല, ഇന്ത്യയുടെ കാര്യത്തെക്കുറിച്ച് പോലും, ഇന്ത്യൻ സമ്പദ്ഘടനയെ എങ്ങനെയാണ് പുനർജീവിപ്പിക്കാൻ കഴിയുക, ഇന്ത്യൻ സമ്പദ്ഘടനയുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും, അതുപോലെ മൂലധന നിക്ഷേപത്തെക്കുറിച്ച് ഇക്കുറി നിശബ്ദമാണ് ഈ ബജറ്റ്. കേവലപരമായിട്ട് എനിക്ക് തോന്നുന്നു ഈ ബീഹാർ എന്നുള്ള ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ടുള്ളതും 2 ഡൽഹി തെരഞ്ഞെടുപ്പിൽ എങ്ങനെ മേൽനോട്ടം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ബജറ്റിലൂടെ സർക്കാർ ഉന്നം വെക്കുന്നത്. കേവലം 2% വരുന്ന ആദായ നികുതി ദായകരുടെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു വലിയൊരു ഇംപ്രഷൻ, ഒരു പ്രതീതി സൃഷ്ടിക്കാനാണ് ഈ സർക്കാർ ശ്രമിച്ചിരിക്കുന്നത്. 2% മാത്രമാണ് ഇൻകം ടാക്സ് നൽകുന്നത്. അത് മാത്രമല്ല, ഈ ടാക്സ് വിദഗ്ധന്മാർ പറയുന്നുണ്ട് ഇതിനകത്ത് ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന്. ഈ ബജറ്റിൽ തന്നെ 2 തവണ നിർമ്മല സീതാരാമൻ കോഷൻ ചെയ്ത ആൾക്കാരെ. എന്താണ് കോഷൻ ചെയ്തത്? അതായത് ക്യാപിറ്റൽ ഗെയിൻസ് ഉൾപ്പെടെയുള്ള അത് ഇതിൻ്റെ പരിധിയിൽ വരില്ല എന്ന് വലിയൊരു കോഷനിങ് ആണ് നടന്നിരിക്കുന്നത്.